പാസ്റ്റർ ഡാനു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ആ രക്ഷയുടെ സന്തോഷം അദ്ദേഹത്തിന് സ്വയം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. മറ്റുള്ളവരോട് രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചും പറഞ്ഞു. തന്റെ ചെറിയ ഗ്രാമത്തിൽ ക്രിസ്തുവിന്റെ ഏക വിശ്വാസികളിൽ ഒരാളാണ് അദ്ദേഹം. തന്റെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ പൂർണ്ണമായി അറിയാമായിരുന്നിട്ടും തന്റെ വിശ്വാസത്തിന്റെ പരസ്യ പ്രഖ്യാപനം നടത്താൻ ധൈര്യപ്പെട്ട ഒരേ ഒരു വ്യക്തി. ഇതിനെ തുടർന്ന് ഹൈന്ദവരുടെ ശത്രുത സമ്പാദിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസവും പരസ്യമായി സ്വീകരിച്ചതിന് പാസ്റ്റർ ഡാനുവിനെ തീവ്രവാദ കുറ്റം ചുമത്തി 3 വർഷം ജയിലിലടച്ചു. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം ബൈബിൾ വായിക്കാൻ പഠിച്ചു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ തന്റെ ഗ്രാമം സത്യത്തിനായി ദാഹിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. താമസിയാതെ 150 ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരാധനയ്ക്കായി ഒത്തുകൂടുകയായിരുന്നു. അപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചത്. ഹിന്ദു തീവ്രവാദികൾ അദ്ദേഹത്തെ ആക്രമിച്ചു, പള്ളി തകർത്തു. പാസ്റ്റർ ഡാനുവിനെ വീണ്ടും തല്ലിച്ചതച്ച് ജയിലിൽ അടച്ചു. എന്നിരുന്നാലും പ്രത്യാശ ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹത്തിന്റെ വിശ്വാസം കൂടുതൽ ഉറച്ചു. വീണ്ടും ജയിലിൽ അടച്ചാലും ഞാൻ പരസ്യമായി ആരാധിക്കുന്നത് നിർത്തില്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഭയവും വിറയലും കൂടാതെ പ്രഘോഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു.